ഹായ്, ഗുഡ് ഈവനിങ്. വെൽക്കം ടു കോഡ് ക്ലാസ്സസ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ഡിഫറെന്റ് അപ്രോച്ച് എടുക്കുകയാണ്. എല്ലാ ദിവസവും നമ്മൾ ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ കുറേ ആൾക്കാർ റിക്വസ്റ്റ് ആയിട്ട് പറഞ്ഞിരുന്നു അവർക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷനും കൂടെ വേണം. അപ്പം ഞാൻ കുറച്ച് സെലക്ടഡ് ക്വസ്റ്റ്യൻസ്, കുറച്ച് ഈസി ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓഫ് കോഴ്സ് ഇതിൽ നിന്ന് നമുക്ക് ലെവൽസ് കൂട്ടി വരാം. ആദ്യം നമുക്ക് ബേസിക് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തു പോവാം. അപ്പൊ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ യു അപ്രോച്ച് ദ നീറ്റ് എക്സാമിന് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ബയോളജിയിൽ യു ആർ ഹാവിംഗ് എത്ര ക്വസ്റ്റ്യൻസ് ആണ്? 100 ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലെ? ഈ 100 ക്വസ്റ്റ്യൻസിനെ 50-50 ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. സുവോളജി, ബോട്ടണി എന്ന് പറഞ്ഞിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ആൻഡ് അതിൽ തന്നെ പാർട്ട് എ, പാർട്ട് ബി ആയിട്ടൊക്കെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ? നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബയോളജിയിൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിന് ഒരു പാറ്റേൺ ഉണ്ട്. ഒന്ന് ഡയറക്റ്റ് ആൻസർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഡയറക്റ്റ് ആൻസർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോഴത്തേക്കും വളരെ സിമ്പിൾ ആയിട്ട് ടെക്സ്റ്റിനകത്തുള്ള വരികളിൽ നിന്ന് എടുത്ത് നിങ്ങളടുത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അത് നിങ്ങൾക്ക് ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ വളരെ സാധ്യതയുണ്ട്. സ്റ്റേറ്റ്മെന്റ് 1 ട്രൂ, സ്റ്റേറ്റ്മെന്റ് 2 ട്രൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാനുണ്ട്. ഇനി മാച്ച് ദ ഫോളോയിങ്, ഓഫ് കോഴ്സ് മാച്ച് ദ ഫോളോയിങ് വരും. പിന്നെ അതേപോലെ തന്നെ പിക്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വളരെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു പിക്ചർ എവിടെന്നെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഈ പറയുന്ന ടെക്സ്റ്റിനകത്തുള്ള പിക്ചേഴ്സ് വളരെ ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആ പിക്ചറിൽ നിന്ന് കിട്ടും. പിന്നെ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ജനറ്റിക്സിലെയും അതേപോലെ തന്നെ സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷനിലുള്ള ക്വസ്റ്റ്യൻസും. അതൊക്കെയാണ് കുറച്ചുകൂടെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്ന, കാൽക്കുലേഷൻസ് വരേണ്ട, കുറച്ചുകൂടെ ചിന്തിച്ച് ചെയ്യേണ്ടി വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഞാൻ പല സ്ഥലത്തു നിന്ന് സെലക്ട് ചെയ്താണ് എന്ത് ചെയ്തിരിക്കുന്നത്, ക്വസ്റ്റ്യൻസ് എടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് എന്റെ കൂടെ ചെയ്തിട്ട് എന്താണ് നിങ്ങൾക്ക് ഞാൻ അതിന്റെ കൺസെപ്റ്റും കൂടെ പറഞ്ഞങ്ങ് പോവാം. ഓക്കെ, ശരി, ഫൈൻ. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇൻ മാംഗോ ആൻഡ് കോക്കനട്ട് ദ ഫ്രൂട്ട് ഡെവലപ്സ് ഫ്രം. ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഏത് ചാപ്റ്ററിൽ നിന്നാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ദിസ് ഈസ് എ ക്വസ്റ്റ്യൻ ഫ്രം മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് അല്ലെ? മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അവിടെ നമ്മൾ ഫ്രൂട്ട് എന്ന് പറയുന്ന ഭാഗം പഠിക്കുന്ന സമയത്ത് അവിടെ കൊടുത്തിട്ടുണ്ട് മാംഗോയും കോക്കനട്ടും. ഇവരെ നമ്മൾ ഡ്രൂപ്പ് എന്നാണ് വിളിക്കുക. ഇറ്റ് ഈസ് മോണോകാർപ്പുലറി സുപ്പീരിയർ ഓവറിയിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത ഫ്രൂട്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഈ പറയുന്ന ഡ്രൂപ്പ് എന്ന് വിളിക്കുക. അപ്പൊ ഇവിടെ ആൻസർ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലെ? ആൻസർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കൂ നിങ്ങൾ, മൾട്ടി കാർപ്പലറി കൊടുത്തിട്ടുണ്ട്, പോളി കാർപ്പലറി കൊടുത്തിട്ടുണ്ട്, അൺഫെർട്ടിലൈസ്ഡ് സുപ്പീരിയർ ഓവറി. അതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഒന്നാമത്തെ ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം മോണോ കാർപ്പലറി സുപ്പീരിയർ ഓവറീസിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഫ്രൂട്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വി കോൾ ഇറ്റ് എസ് എ ഡ്രൂപ്പ്. ആൻഡ് മാംഗോയും കോക്കനട്ടും ആ ഗ്രൂപ്പിൽ വരുന്നതാണ്. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്താണ്? ഈ പറയുന്ന ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചിട്ടുള്ള കുട്ടിക്ക് കൃത്യമായി ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? അപ്പൊ ഇതിൽ വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. നിങ്ങളും അത് തന്നെയല്ലേ ഉദ്ദേശിച്ചത്? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡോമിനന്റ് ഫേസ് ഇൻ ലൈഫ് സൈക്കിൾ ഓഫ് ബ്രയോഫൈറ്റിസ്. എത്ര പറഞ്ഞു കഴിഞ്ഞാലും ആൾക്കാരുടെ മനസ്സിൽ നിൽക്കാത്ത ഒരു കാര്യമാണ് പ്ലാന്റ് കിങ്ഡം. പ്ലാന്റ് കിങ്ഡത്തിൽ നമുക്ക് ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പെംസ് ആൻഡ് ആൻജിയോസ്പെംസ് എന്ന 5 ഗ്രൂപ്പ് ഉണ്ടല്ലോ. അപ്പൊ ഇവരുടെ ഓരോരുത്തരുടെയും ഡോമിനന്റ് ഫേസസ് ഓഫ് ലൈഫ് നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു എന്താണ് ആൽഗേനെ എടുക്കുകയാണ്. ആൽഗയുടെ ഡോമിനന്റ് എന്താണ് ലൈഫ് ടൈമിലെ പീരീഡ് എന്ന് പറയുന്നത് N ആണ്. അതായത് അത് എന്താണ് ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ആണ്. അല്ലെങ്കിൽ ഈ പറയുന്ന N എന്ന് പറയുന്ന ഹാപ്ലോയിഡ് സ്റ്റേജ് ആണ്. ഹാപ്ലോയിഡ് സ്റ്റേജ് വരുന്ന ആൾക്കാർക്കൊക്കെ ഗാമറ്റോഫൈറ്റിക് സ്റ്റേജ് ആണെന്ന് മനസ്സിലാക്കുക. ആൽഗെ കഴിഞ്ഞ് അടുത്ത് ബ്രയോഫൈറ്റിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ N എന്ന് പറയുന്ന പ്ലാൻ ബോഡിയാണ് അവിടെ നിൽക്കുന്നത്, എന്താണ് പ്രോമിനന്റ് ആയിട്ട് നിൽക്കുന്നത് അല്ലെ? അവിടെ നമുക്കറിയാം ഈ പറയുന്ന പ്ലാൻ ബോഡിയിൽ നിന്ന് ആന്തറീഡിയ ഡെവലപ്പ് ചെയ്യും, ആർക്കിഗോണിയ ഡെവലപ്പ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആന്തറീഡിയയിൽ ആന്ത്രോസോയിഡ് ഡെവലപ്പ് ചെയ്യും. ആന്ത്രോസോയിഡ് വെള്ളത്തിൽ കൂടെ മൂവ് ചെയ്ത് ആർക്കിഗോണിയയിൽ ഇരിക്കുന്ന എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്ത് എന്തുണ്ടാവുന്നു? സൈഗോട്ട് ഉണ്ടാവുന്നു. ആ സൈഗോട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് വളരുന്നില്ല, അത് ഡിപെൻഡന്റ് ആയിട്ട്, അതായത് ഫീമെയിൽ ഗാമറ്റോഫൈറ്റിന്റെ മുകളിൽ നിന്ന് വളരുന്നു. ആൻഡ് ദ സ്ട്രക്ചർ ഈസ് കോൾഡ് സ്പോറോഫൈറ്റ്. അതിന് 3 ഭാഗങ്ങളുണ്ട്, ഫുട്ട്, സീറ്റ്, ക്യാപ്സ്യൂൾ. കണ്ടോ? ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പറയണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ഇത് കൃത്യമായിട്ട് വായിച്ചിരിക്കണം അല്ലെ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ബ്രയോഫൈറ്റ്സിന്റെ മേജർ പ്ലാൻ ബോഡി അല്ലെങ്കിൽ മെയിൻ പ്ലാൻ ബോഡി എന്ന് പറയുന്നത് N എന്ന് പറയുന്ന എന്താണ് ഈ പറയുന്ന ഹാപ്ലോയിഡ് ഗാമറ്റോഫൈറ്റ് ആണെന്ന് ഓർത്തു വെക്കാം. ഇനി നിങ്ങൾ എന്താ പറയാ ടെറിഡോഫൈറ്റിലേക്ക് പോകണമെങ്കിൽ ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറോഫൈറ്റ് ആണ്. അതേപോലെ നമ്മുടെ നമ്മുടെ ജിംനോസ്പെമിലേക്കോ ആൻജിയോസ്പെമിലേക്കോ പോയി കഴിഞ്ഞാൽ പിന്നെ ഡിപ്ലോയിഡ് കണ്ടീഷൻ ആണ്. ഓക്കെ, സോ ആൻസർ ഏതാ വരിക? ഹാപ്ലോയിഡ് ഗാമറ്റോഫൈറ്റ് ആണ് എന്തായിട്ട് വരിക? ഇവിടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, സോ ഇതൊക്കെ കൃത്യമായിട്ട് നോക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഫൈൻ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടേം ഫൈക്കോബയോണ്ടിൻ ലൈക്കൺ റെഫേഴ്സ് ടു. എന്താണ് ലൈക്കൺ? ലൈക്കൺ ഈസ് എ സിംബയോട്ടിക് അസോസിയേഷൻ ബിറ്റ്വീൻ ആൽഗെ ആൻഡ് ഫംഗൈ അല്ലെ?
അതിൽ ആൽഗൽ കമ്പോണന്റ് ഈസ് കോൾഡ് ഫൈക്കോബയോണ്ട് ആൻഡ് ദ ഫംഗൽ കമ്പോണന്റ് ഈസ് കോൾഡ് മൈക്കോബയോണ്ട് എന്ന് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ആൻസർ ആയി, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ആൻസർ ആയി. ഏതാണത്? ദ ആൽഗൽ കമ്പോണന്റ് ഈസ് കോൾഡ് എന്ത്? ഫൈക്കോബയോണ്ട്. ഓക്കെ, ആൻസർ ആയി. ക്ലിയർ? ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, അതുകൊണ്ട് അതിൽ വലിയ എന്താണ് ചിന്തിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കിട്ടിക്കഴിഞ്ഞാൽ സേവ് യുവർ ടൈം, അതായത് നിങ്ങളുടെ സമയം സേവ് ചെയ്യുക. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നിങ്ങൾ നോക്കി നോക്കൂ, അനിമൽ കമ്പോണന്റ്, പ്രോട്ടോസോവൻ കമ്പോണന്റ്, ഇതൊന്നും നമ്മൾ കേട്ടിട്ട് പോലില്ല. പക്ഷെ നിങ്ങൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള 1 ഉം 2 ആയിട്ടാണ് അല്ലെ. ഏത് ഫംഗൽ കമ്പോണന്റ് ആണോ അല്ലെങ്കിൽ ആൽഗൽ കമ്പോണന്റ് ആണോ എന്ന് നിങ്ങൾക്ക് എന്ത് വരാം? കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ നിങ്ങൾ ആദ്യമേ പഠിച്ചു വെക്കുക. ലൈക്കൺ ഈസ് എ symbiotic association between algae and fungi. The algal component is called phycobiont and the fungal component is called mycobiont. Clear? Next question. Who isolated auxin from tip of coleoptiles of oat seedlings? ഇത് പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അതില് ഈ പറയുന്ന നമ്മളുടെ ഡാർവിനും അദ്ദേഹത്തിന്റെ സൺ, ഓക്കെ, അദ്ദേഹത്തിന്റെ മകനും ചേർന്ന് നടന്ന എക്സ്പെരിമെന്റ് ഉണ്ട്. അതായത് യൂണിലാറ്ററൽ ഇല്യൂമിനേഷനിൽ ഈ പറയുന്ന കോളിയോപ്റ്റൈൽ ഓഫ് സീഡ്ലിങ്സ് എന്ത് ചെയ്യുന്നുണ്ട്? അങ്ങോട്ട് ബെൻഡ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എക്സ്പെരിമെന്റ് ഉണ്ട്. അത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. അപ്പൊ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഓക്സിൻ ഐസൊലേറ്റ് ചെയ്തത് ആരാണെന്നുള്ള ഒരു ചോദ്യം അവിടെ വരുന്നുണ്ട്. ആരാണ് ഐസൊലേറ്റ് ചെയ്തത്? ഇറ്റ് ഈസ് FW വെന്റ് അല്ലെ. FW വെന്റ് എന്ന് പറയുന്ന ആളാണ് എന്ത് ചെയ്തിരിക്കുന്നത്? അത് ഐസൊലേറ്റ് ചെയ്ത്. ഇതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതുകൊണ്ടാണ് വേറൊരു കാര്യം ഞാൻ പറയുന്നത്, അത് ടെക്സ്റ്റ് വായിക്കുമ്പോൾ അതിനകത്തുള്ള സയന്റിസ്റ്റുകളുടെ പേരുകൾക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്, അവരുടെ കോൺട്രിബ്യൂഷന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് നിങ്ങൾ നോക്കി വെക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, now next question. The main arena of cellular activities in eukaryotic cell is. ഒരു സെല്ലിൽ നടക്കുന്ന മെജോറിറ്റി ഓഫ് ആക്ടിവിറ്റീസും നടക്കാനുള്ള ഒരു അറീന അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് എന്താണ്? സൈറ്റോപ്ലാസം ആണ്. അതിൽ യാതൊരു തർക്കവും ഇല്ല. ഓക്കെ, അപ്പൊ അത് കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ടെക്സ്റ്റിനകത്ത് പറയുന്നുണ്ട്, ദ മെയിൻ അറീന ഫോർ സെല്ലുലാർ ആക്ടിവിറ്റീസ് ഈസ് സൈറ്റോപ്ലാസം എന്ന് പറയുന്നുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന എന്ത് നോക്കുക, ഓപ്ഷൻസ് നോക്കുക. ന്യൂക്ലിയസ് നമുക്ക് തൊടാൻ പറ്റില്ല, പ്ലാസ്മ മെമ്പറൈൻ തൊടാൻ പറ്റില്ല, റൈബോസോം തൊടാൻ പറ്റില്ല. പിന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ആരെ മാത്രമാണ്? ഇദ്ദേഹത്തിന് മാത്രമാണ്. ആരെ? സൈറ്റോപ്ലാസത്തിന് മാത്രമാണ്. സോ വി വിൽ ബി സെലക്ടിങ് സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസം ആണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ, ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പ്ലാന്റ് പാർട്ട് യൂസ്ഡ് ഇൻ ടിഷ്യൂ കൾച്ചർ ഈസ് നോൺ ആസ്. അപ്പൊ ടിഷ്യൂ കൾച്ചർ നടത്തുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന പരിപാടി എന്താണ്? ടിഷ്യൂ കൾച്ചർ നടത്തുന്നത് പല കണ്ടീഷൻസിലാണ്. ഇപ്പൊ ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റിൽ നിന്ന് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിനെ റിക്കവർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞ ടിഷ്യൂ കൾച്ചർ അപ്ലൈ ചെയ്യും. അപ്പൊ ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ മെരിസ്റ്റമാറ്റിക് സെൽസ് ഉള്ള റീജിയനിൽ പോയിട്ട് ആ സെൽസിനെ കളക്ട് ചെയ്തെടുക്കും. ആ സെൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് ഓഫ് സെൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇറ്റ് ഈസ് കോൾഡ് എക്സ്പ്ലാന്റ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. ഓക്കെ, അപ്പൊ അതിൽ നിങ്ങൾ എന്താണ് മറ്റേ സൊമാറ്റിക് ഹൈബ്രിഡ്, അത് നമ്മുടെ ഇതിനെ പറ്റിയിട്ടാണ്, നമ്മുടെ എന്താ പറയാ, നമ്മുടെ പൊമാറ്റോന്റെ കാര്യമൊക്കെയാണ് അവിടെ ആ ഓപ്ഷനിൽ വരിക. പിന്നെ ഈ എക്സ്പ്ലാന്റ് എന്ന് പറഞ്ഞ സാധനമാണ് ഇതിൽ ആപ്റ്റ് ആയിട്ടുള്ളത്. പിന്നെ ആ സെൽസിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ദാറ്റ് ഇസ് കോൾഡ് ടോട്ടിപൊട്ടൻസി. എന്ത് വേണോ ആക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കൺവേർട്ട് ചെയ്യാൻ പറ്റും. പ്ലാന്റിന്റെ എന്ത് ഭാഗമായിട്ട് വേണമെങ്കിലും കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ആ കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. സോ ദ ആൻസർ ഈസ് എക്സ്പ്ലാന്റ് അല്ലെ. എക്സ്പ്ലാന്റ് എന്നാണ് ആൻസർ വരിക. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ 6th ക്വസ്റ്റ്യൻ കഴിഞ്ഞില്ലേ? ഇനി അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് 7th ക്വസ്റ്റ്യൻ. ദ ഫസ്റ്റ് ക്ലിനിക്കൽ ജീൻ തെറാപ്പി വാസ് ഗിവൺ ഇൻ. അപ്പൊ നിങ്ങൾക്ക് അറിയാം എന്നാണ് എന്റെ വിശ്വാസം. അതായത് രണ്ടാമത്തെ ചാപ്റ്റർ, അതായത് ബയോടെക്നോളജി സെക്കൻഡ് ചാപ്റ്റർ, എന്താണത്? ഇറ്റ് ഈസ് അപ്ലിക്കേഷൻ ഓഫ് ബയോടെക്നോളജി അല്ലെ. അപ്പോ ഈ അപ്ലിക്കേഷൻ ഓഫ് ബയോടെക്നോളജിയിൽ നമ്മൾ പഠിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ നമ്മൾ എവിടെയൊക്കെയാണ് ബയോടെക്നോളജി അപ്ലൈ ചെയ്യണമെന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിൽ നമ്മൾ പറയുന്ന ഒരുപാട് ഫീൽഡ് ഉണ്ട്. ആദ്യമൊക്കെ നമ്മൾ അഗ്രികൾച്ചറൽ ഫീൽഡിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നീട് അങ്ങനെ ചെല്ലുമ്പോഴാണ് നമ്മൾ മെഡിസിനിൽ, അത് ഇൻസുലിന്റെ കാര്യം പറയുന്നു. അത് കഴിഞ്ഞ ഉടനെ നമ്മൾ പറയുന്നതാണ് ജീൻ തെറാപ്പി. അപ്പൊ ഫസ്റ്റ് ജീൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ ADA ഡെഫിഷ്യൻസിക്ക് വേണ്ടിയിട്ടാണ്, അഡിനോസിൻ ഡീഅമിനേസ് ഡെഫിഷ്യൻസിക്ക് വേണ്ടിയിട്ടാണ്. ഒരു 4-year-old ചൈൽഡിന് വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. കംപ്ലീറ്റ് ക്യൂർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അല്ല എന്നും പറയുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ബട്ട് ഇറ്റ് വാസ് ഡൺ. അപ്പൊ അത് ചെയ്തിരിക്കുന്ന വർഷം ഏതാണെന്നാണ് ചോദ്യം. നിങ്ങൾക്ക് പറയാമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വളരെ കീനായിട്ട് ക്വസ്റ്റ്യൻ എന്താ പറയാ, നിങ്ങളുടെ ഇത് നോക്കണം. ഏത്? നമ്മളുടെ ടെക്സ്റ്റ് വായിക്കണം എന്നാണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണിച്ചു തരുന്നത്. ടെക്സ്റ്റിന്റെ പല ഭാഗത്ത് കിടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. അപ്പൊ നിങ്ങൾ ആൻസർ കൊടുക്കുക. ആൻസർ എന്താ കൊടുക്കുക? പറയൂ, ആൻസർ ഏതാ കൊടുക്കുക? ഇറ്റ് ഈസ് 1990 അല്ലെ. 1990. ഓക്കെ, സോ ദ ആൻസർ ഈസ് 1990. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് റെഡ് ടൈഡ് ഈസ് ബിക്കോസ് ഓഫ്. നമ്മൾ വീണ്ടും +1 വന്നു. +1 വി ആർ ഹാവിംഗ് എ ചാപ്റ്റർ കോൾഡ് എന്താണ്? ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ അല്ലെ. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനകത്ത് നമുക്ക് ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ മൊണീറ, പ്രൊട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റ് ആൻഡ് അനിമേലിയ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്.
അതില് നമ്മൾ പഠിക്കുന്ന കാര്യമാണ് പ്രോട്ടിസ്റ്റയിൽ നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് ഡയാറ്റംസിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നതാണ് ആരെ പറ്റിയിട്ടാണ്, അയാളെ പറ്റിയിട്ട് നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ ആ പേര് പറയുന്നത്, ഞാൻ പേര് പറയുന്നില്ല, നിങ്ങൾ എടുക്കുമോ എന്നറിയാത്തതുകൊണ്ടാണ്. നിങ്ങൾ കമന്റ് ബോക്സിൽ പറയുക ആരെ പറ്റിയിട്ടാണ് നമ്മൾ ഇവിടെ പറയുന്നത്. റെഡ് ടൈഡ് വരുന്നത് ആരെ കാരണമാണ്? റെഡ് ടൈഡ് വരുന്ന ആരെ കാരണമാണ്? പറയൂ. ദാറ്റ് ഈസ് ഡ്യൂ ടു ഗോണിയോലാക്സ് അല്ലെ. ഗോണിയോലാക്സിന്റെ വളരെ എന്താ പറയാ ഒരു മാസീവ് ഗ്രോത്ത് ഒരു പർട്ടിക്കുലർ ഏരിയ ഓഫ് സീൽ ഉണ്ടാവുമ്പോൾ ദാറ്റ് ഈസ് കോൾഡ് റെഡ് ടൈഡ്. അതിന് പരിണിത ഫലമായിട്ട് വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അവരൊരു ടോക്സിൻ റിലീസ് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ഇറ്റ്സ് നോട്ട് അവർ എന്താണ് നമ്മുടെ ഏരിയ അല്ല. നമുക്ക് ഇത് മാത്രം പഠിച്ചാൽ മതി. റെഡ് ടൈഡ് ആരാണ്, ഗോണിയോലാക്സ് എന്ന് പഠിച്ചാൽ മതി. ഓക്കെ ഓക്കെ ശരി ഫൈൻ. ഓക്കെ നെക്സ്റ്റ് വൺ, 9th ക്വസ്റ്റ്യൻ. ദ ടൈപ്പ് ഓഫ് റൈബോസോം പ്രസന്റ് ഇൻ മൈറ്റോകോൺട്രിയ ഈസ്. നിങ്ങൾ ഇത് പഠിക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് പഠിക്കുമ്പോൾ സെല്ലിനകത്തുള്ള ഓർഗനൽസിനെ നമ്മൾ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യും. സെൽ ഓർഗനൽസ് ദാറ്റ് ആർ പ്യുവർലി അണ്ടർ ദ കൺട്രോൾ ഓഫ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന്റെ എന്താണ് ഈ പറയുന്ന കൺട്രോളിലുള്ള ഓർഗനൽസും ഉണ്ട്. എന്നാൽ ന്യൂക്ലിയസ് പറയുന്നത് കേൾക്കുകയും ചെയ്യും, എന്നാൽ സ്വന്തമായിട്ട് ചില കാര്യങ്ങളും ചെയ്യുന്ന കുറച്ച് ഓർഗനൽസും ഉണ്ട്. സെമി ഓട്ടോണോമസ് ഓർഗനൽസ് എന്ന് പറയും. അതിലൊന്നാണ് ഈ പറയുന്ന മൈറ്റോകോൺട്രിയ. ഇപ്പൊ നമ്മുടെ സെല്ലിന്റെ എനർജി റിക്വയർമെന്റ് കൂടുകയാണെങ്കിൽ മൈറ്റോകോൺട്രിയയുടെ എണ്ണം കൂടും. ദേ വിൽ ഡിവൈഡ് വിത്തിൻ ദ സെൽ. അതേപോലെ ക്ലോറോപ്ലാസ്റ്റ്, ഇതൊക്കെ നമുക്ക് പറയാം. അപ്പോ ഈ ക്ലോറോപ്ലാസ്റ്റിനകത്തും മൈറ്റോകോൺട്രിയയുടെ അകത്തും ദേ ആർ ഹാവിംഗ് എക്സ്ട്രാ തിങ്സ് ലൈക്ക് എന്താ പറയാ DNA ഉണ്ടാവും, RNA ഉണ്ടാവും, അവർക്ക് റൈബോസോം ഉണ്ടാവും. എപ്പോഴും മനസ്സിലാക്കുക, ഒരു സെല്ലിനകത്തുള്ള ഓർഗനലിനകത്തുള്ള എന്ത് റൈബോസോം ദാറ്റ് വിൽ ബി ഹാവിംഗ് എന്താ പറയാ എന്താണ് യൂക്കാരിയോട്ടിക് സെൽ ആയിരിക്കുമല്ലോ അത്. കാരണം ഓർഗനൽ വരണമെങ്കിൽ യൂക്കാരിയോട്ടിക് സെൽ ആയിരിക്കും. യൂക്കാരിയോട്ടിക് റൈബോസോം ആയിരിക്കില്ല. അതെന്തായിരിക്കും? പ്രോ കാരിയോട്ടിക് റൈബോസോം ആയിരിക്കും എന്ന് ഓർത്ത് വെക്കുക. അപ്പൊ നിങ്ങൾ ആലോചിച്ച് വെക്കുക, ഇവിടെ നമുക്ക് കിട്ടുന്നത് എന്താണ്? 70S റൈബോസോം ആണ്. ഇപ്പോ മൈറ്റോകോൺട്രിയ കിടക്കുന്നത് എവിടെയാണ്? യൂക്കാരിയോട്ടിക് സെല്ലിലാണ്. പക്ഷെ യൂക്കാരിയോട്ടിക് റൈബോസോം എത്രയാണ്? 80S ആണ്. പക്ഷെ മൈറ്റോകോൺട്രിയയുടെ അകത്തുള്ളത് എന്താണ്? പ്രോകാരിയോട്ടിക് റൈബോസോം ആണ്. ഇറ്റ് ഈസ് 70S എന്ന് ഓർക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക, കമന്റ് ബോക്സിൽ ഇടുക, ഞാനത് നോക്കാം. ഓക്കെ, 10th ക്വസ്റ്റ്യൻ. DNA റെപ്ലിക്കേഷൻ ഇൻ സെൽ സൈക്കിൾ ഒക്കേഴ്സ് ഇൻ എന്താ പറയാ ഇന്റർകൈനസിസ് ഉണ്ട്, എസ് ഫേസ് ഉണ്ട്, അനാഫേസ് ഉണ്ട്, ടീലോഫേസ്. അപ്പൊ ഇത് പറയുമ്പോൾ ഞാൻ ഇതിൽ വരുന്ന 2-3 ക്വസ്റ്റ്യൻസിനെ പറ്റിയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഇതില് എപ്പോഴും കുട്ടികൾക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ DNA റെപ്ലിക്കേഷൻ നടക്കുന്നത് അത് ഡയറക്റ്റ്ലി നമുക്ക് ആൻസർ പറയാം. അപ്പൊ സെൽ സൈക്കിളിലെ ഫേസസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം വി ആർ ഹാവിംഗ് സെൽ സൈക്കിളിലെ ഫേസസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വി ആർ ഹാവിംഗ് ഏതൊക്കെയാണ്? വി ആർ ഹാവിംഗ് എം ഫേസ് അല്ലെ, എം ഫേസ് ഉണ്ട്. അതേപോലെ തന്നെ ഇന്റർ ഫേസ് എന്ന് പറയുന്ന ഫേസ് ഉണ്ട്. ഈ ഇന്റർഫേസിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വി ആർ ഡിവൈഡിങ് ഇറ്റ് ഇൻടു G1 S G2 എന്ന് ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. അതിൽ നമുക്കറിയാം ഈ G1 ഫേസിൽ നിൽക്കുന്ന ഒരു സെല്ലിനകത്ത് ഇഫ് ദ സെൽ ഈസ് ഹാവിംഗ് 2 chromosomes ആൻഡ് ഞാൻ എപ്പോഴും ഇത് കണ്ടന്റ് പറഞ്ഞു കൊടുക്കുക. എപ്പോഴും എന്താണ് 2 meters ഓഫ് DNA ആണുള്ളതെന്ന് വിചാരിക്കാം. ആ ലെങ്ത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കാം. 2 meters എന്ത് വേണമെങ്കിലും എടുക്കാം, പിക്കോഗ്രാംസോ എന്ത് വേണമെങ്കിലും എടുക്കാം. എന്താ പറയാ എന്താണ് മീറ്റർ വെച്ചോ എങ്ങനെ വേണമെങ്കിലും പറയാം. എനിവേ 2 ക്രോമസോം 2 എന്താണ് മീറ്റേഴ്സ് ഓഫ് DNA ഉണ്ട്. അത് എസ് ഫേസ് കഴിയുന്ന സമയത്ത് ദിസ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു സെയിം as ക്രോമസോം നമ്പർ സെയിം തന്നെ 2 ക്രോമസോം, ബട്ട് ദ DNA കണ്ടന്റ് ഡബിൾസ് ടു 4 meters എന്ന് നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ. 4 meters ആയിട്ട് എന്ത് ചെയ്യും? ഈ പറയുന്ന DNA കണ്ടന്റ് ഡബിൾ ചെയ്യും. ഏത്? എസ് ഫേസ് കഴിയുമ്പോൾ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ആൻസർ പിടികിട്ടി എവിടെയാണ് DNA റെപ്ലിക്കേഷൻ നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ നിങ്ങൾക്ക് ആയില്ലേ? എവിടെയാണ്? ഇറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ ദ എസ് ഫേസ്. അപ്പൊ അതിൽ നമുക്ക് ഇനി എന്തില്ല സംശയമോ കാര്യങ്ങളോ ഒന്നുമില്ല. എങ്കിലും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇപ്പൊ ഒരു മിയോസൈറ്റ് എന്ന് പറഞ്ഞ ഒരു സെല്ലുണ്ട്. ഓക്കെ, ഈ മിയോസൈറ്റിന്റെ കയ്യില് 4 meters ഓഫ് DNA ഉണ്ടായിരുന്നു. 4 meters ഓഫ് DNA ഉണ്ടായിരുന്നു. ഓക്കെ, ആഫ്റ്റർ എസ് ഫേസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മിയോസിസ് 2 കഴിഞ്ഞുണ്ടാകുന്ന സെൽസ്, അതായത് മിയോസിസ് 2 കഴിഞ്ഞുണ്ടാകുന്ന പ്രോഡക്റ്റ് ഉണ്ടാവുന്ന 4 സെൽസ് ഉണ്ടാവുമല്ലോ, ഹാപ്ലോയിഡ് ആയിട്ടുള്ള 4 സെൽസ്. ആ 4 സെൽസിനകത്ത് എത്ര DNA ഉണ്ടാവും? ഇങ്ങനെയൊക്കെ ചോദ്യം വരാം. ഞാൻ പറഞ്ഞത് ഫ്രെയിം ചെയ്യാം. നമുക്ക് ആ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്തെടുക്കാം. നിങ്ങൾ മനസ്സിലാക്കുക, ഈ മിയോസിസ് നടക്കാൻ പോകുന്ന സെല്ലിനകത്ത് 4 meter എന്ന് പറയുന്നത് അത് എസ് ഫേസ് കഴിഞ്ഞിട്ടാണെന്ന് പറയുന്നു. അപ്പോൾ ഇവന്റെ ഒറിജിനൽ പാരന്റിന്റെ കയ്യിൽ എത്ര ഉണ്ടായിരുന്നിട്ടുണ്ടാവും? അപ്പൊ എസ് ഫേസ് കഴിഞ്ഞിട്ടാണ് 4 meter എങ്കിൽ ഇവന്റെ ഒറിജിനൽ പാരന്റിന്റെ കയ്യിൽ എത്ര ഉണ്ടായിരുന്നാണ്? 2 meters ഉണ്ടായിരുന്നിട്ടുണ്ടാവുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഇനി നിങ്ങൾ ഇത് വല്ലാണ്ടൊന്നും ആലോചിക്കണ്ട. ഈ പാരന്റ് 2N ആണ്. അപ്പൊ 2N എന്ന് പറയുന്നത് എന്താണ്? 2N എത്രയാ ഉള്ളത്? 2 meters ആണ്.
ഫൈനലി കിട്ടുന്ന സെൽ എന്തായിരിക്കും? N ആയിരിക്കും. അപ്പൊ അതിന്റെ പകുതി ആയിരിക്കും ഉണ്ടാവുക 1 മീറ്റേഴ്സ്. അപ്പൊ നമ്മൾ ഒരുപാട് ആലോചിക്കാതെ എളുപ്പത്തിൽ എന്ത് ചെയ്യാം? നമുക്ക് ആൻസേഴ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും. ഇത് എന്താണ്? ജസ്റ്റ് കൺസെപ്റ്റ് ഓർത്ത് വെക്കുക. സെല്ല് ഏത് ഫേസിലാണെന്ന് ശ്രദ്ധിക്കുക. അത് കണ്ടന്റ് പറയുന്നത് ഏത് ഫേസിലാണെന്ന് നോക്കുക. എസ് ഫേസ് കഴിഞ്ഞിട്ടാണെങ്കിൽ അതിന്റെ പകുതിയുടെ പകുതിയായിരിക്കും N എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കാരണം എസ് ഫേസിൽ അത് ഡബിൾ ആയിരിക്കുകയാണെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, എനിവേ അത് നോക്കാം. നെക്സ്റ്റ് തിങ്, 11th ക്വസ്റ്റ്യൻ, യുബിക്വിനോൺ ട്രാൻസ്ഫേഴ്സ് ഇലക്ട്രോൺ ടു. വെരി ഗുഡ്. അതെന്താണ്? ETS പറ്റിയിട്ടാണ്, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ നമുക്ക് എത്ര കോംപ്ലക്സുകൾ ഉണ്ട്? ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് എന്താണ് ഇവിടെ വരയ്ക്കാം. ഇത് ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ, സപ്പോസ് ഇത് എന്താണ്? ഔട്ടർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനും ആണെന്ന് ആലോചിക്കുക. ഇത് എന്താണ്? നമ്മളുടെ എന്താണെന്ന് ആലോചിക്കുക. കോംപ്ലക്സ് 1. ഓക്കെ, ഇത് നമ്മളുടെ കോംപ്ലക്സ് 2 ആണെന്ന് ആലോചിക്കുക. ഇത് കോംപ്ലക്സ് 2. ഇത് നമ്മളുടെ കോംപ്ലക്സ് 3 ആണെന്ന് ആലോചിക്കാം. കോംപ്ലക്സ് 3. ആൻഡ് ഇത് നമ്മുടെ കോംപ്ലക്സ് 4 ആണെന്ന് ആലോചിക്കുക. ഇത് നമ്മുടെ കോംപ്ലക്സ് 4. ഓക്കെ, ആൻഡ് ഇത് നമ്മുടെ കോംപ്ലക്സ് 5. ഓക്കെ, കോംപ്ലക്സ് 5. ഓക്കെ, ഇതാണ് ബേസിക്കലി ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനകത്ത് വി ആർ ഹാവിംഗ് 5 കോംപ്ലക്സുകൾ, അല്ലെ 5 കോംപ്ലക്സുകളാണുള്ളത്. അല്ല, ഒന്നാമത്തെ കോംപ്ലക്സിന്റെ പേരാണ് NADH ഡീഹൈഡ്രോജിനേസ് എന്നാണ് അയാളുടെ പേര്. കോംപ്ലക്സ് 2ന്റെ പേരെന്താണ്? അയാളുടെ പേര് സക്സിനേറ്റ് ഡീഹൈഡ്രോജിനേസ് എന്നാണ് അയാളുടെ പേര്. കോംപ്ലക്സ് 3യുടെ പേരെന്താണ്? സൈറ്റോക്രോം BC1 കോംപ്ലക്സ് എന്നാണ് അയാളുടെ പേര്. കോംപ്ലക്സ് 4ന്റെ പേരെന്താ? സൈറ്റോക്രോം C ഓക്സിഡേസ് എന്നാണ് അയാളുടെ പേര്. ആൻഡ് കോംപ്ലക്സ് 5ന്റെ പേരെന്താ? ATPase എന്നാണ് അയാളുടെ പേര്. അപ്പൊ ഇതാണ് ഈ 5 കോംപ്ലക്സിന്റെ പേര്. ഇത് അങ്ങനെ പഠിച്ചു വെക്കാം. ഇത് വല്ലാണ്ട് കോംപ്ലിക്കേറ്റഡ് ആവാതിരിക്കാം. ശ്രദ്ധിക്കുക, ഈ പറയുന്ന കോംപ്ലക്സ് 1ൽ നിന്ന് ഇലക്ട്രോണിനെ റിലീസ് ചെയ്യും, കോംപ്ലക്സ് 2ൽ നിന്ന് ഇലക്ട്രോണിനെ റിലീസ് ചെയ്യും. ഈ ഇലക്ട്രോണിനെ വാങ്ങാൻ വരുന്ന ആളുടെ പേരാണ് യുബിക്വിനോൺ. ഇറ്റ് ഈസ് കോൾഡ് യുബിക്വിനോൺ. യുബിക്വിനോണിന് ഇലക്ട്രോൺ കിട്ടിക്കഴിഞ്ഞാൽ യുബിക്വിനോണിന് റിഡക്ഷൻ നടക്കും. റിഡക്ഷൻ ഈസ് ഗെയിൻ ഓഫ് ഇലക്ട്രോൺ, അല്ലെ? റിഡക്ഷൻ ഈസ് ഗെയിൻ ഓഫ് ഇലക്ട്രോൺ. അങ്ങനെ യുബിക്വിനോൺ ആരായി മാറും? യുബിക്വിനോൾ ആയി മാറും. എന്നിട്ട് ആ യുബിക്വിനോൾ ആണ് ഇവിടുത്തെ ട്രാൻസ്ഫറിംഗ് യൂണിറ്റ്. അയാൾ വന്ന് ഇലക്ട്രോൺ ആർക്ക് കൊടുക്കും? കോംപ്ലക്സ് 3. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. യുബിക്വിനോൺ ട്രാൻസ്ഫേഴ്സ് ഇറ്റ്സ് ഇലക്ട്രോൺ ടു. യുബിക്വിനോൺ ട്രാൻസ്ഫർ ചെയ്യുന്നത് ആരിലേക്കാണ്? കോംപ്ലക്സ് 3യിലേക്കാണ്. കോംപ്ലക്സ് 3യുടെ പേരെന്താടാ? സൈറ്റോക്രോം BC1 കോംപ്ലക്സ്, അല്ലേ? അതല്ലേ ആൻസർ? അല്ലേ? ആൻസർ അതല്ലേ? ഇത്രയേ ഉള്ളൂ. ഇത് ഇനിയും നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. നമുക്ക് എന്താണ് ETS മാത്രമായിട്ടൊരു വീഡിയോ ചെയ്തിടാം. നിങ്ങൾക്ക് ടഫ് ഉള്ള ടോപ്പിക്സ് എല്ലാം നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക, നമുക്ക് പറയാം. ഓക്കെ, ശരി. ഓക്കെ, 12th question, the source of Taq polymerase used in PCR technique is obtained from. ഓക്കെ, അപ്പൊ അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതായത് ഈ പറയുന്ന പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ തെർമസ് അക്വാട്ടിക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയയുടെ കയ്യിൽ നിന്ന് നമ്മൾ എന്തെടുക്കുന്നുണ്ട്? ടാക് പോളിമറൈസ് എന്ന് പറഞ്ഞ എൻസൈം എടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? PCR ചെയ്യുന്ന സമയത്ത് നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുന്നുണ്ട്. അപ്പൊ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ സാധാരണ DNA പോളിമറൈസ് എൻസൈമിന് പിടിച്ചിരിക്കാൻ പറ്റില്ല. കാരണം എൻസൈംസ് വിൽ ബി ഗെറ്റിംഗ് ഡീനാച്ചുറേറ്റഡ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. എന്നാൽ ഹൈ ടെമ്പറേച്ചറിൽ ജീവിക്കുന്ന ബാക്ടീരിയയുടെ കയ്യിലുള്ള എൻസൈമിന് ആ പൊട്ടൻഷ്യൽ ഓൾറെഡി ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഇയാളെ പിടിക്കുന്നത്. ഇയാൾ ഏത് ഗ്രൂപ്പ് ആണെന്നാണ് ചോദിക്കുന്നത്? ആർക്കി ബാക്ടീരിയ, യു ബാക്ടീരിയ, ഹാലോഫൈൽ, മീസോഫിലിക് ബാക്ടീരിയ എന്നാണ് ചോദിക്കുന്നത്. ആൻസർ പറഞ്ഞോളൂ. എവ്രി വൺ വിൽ ബി ഗോയിങ് ടുവേർഡ്സ് എന്താണ്? ആർക്കി ബാക്ടീരിയയിലേക്ക് ആയിരിക്കും. എന്നാൽ അല്ല, ഇറ്റ് ഈസ് കമ്മിങ് അണ്ടർ ദ ഗ്രൂപ്പ് കോൾഡ് യു ബാക്ടീരിയ. ഓക്കെ, ശരി. ഇനി അടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, NAA സ്റ്റാൻഡ്സ് ഫോർ എന്താണ്? നാഫ്തലീൻ അസറ്റിക് ആസിഡ്. ഇത് നമ്മളുടെ ടെക്സ്റ്റിനകത്തുള്ളതാണ്. ഓക്കെ, പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് അല്ലേ, അതിനകത്തുള്ളതാണ്. ഓക്കെ, അപ്പൊ ആൻസർ ഡയറക്റ്റ് ആണ്. നാഫ്തലീൻ അസറ്റിക് ആസിഡ് എന്നാണ് ഇതിനെ പറയുക. ഓക്കെ, അടുത്ത 14th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റേഡിയലി സിമെട്രിക്കൽ. ഇത് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. അനിമൽ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങളെ ഇട്ട് വട്ടം കറക്കുന്ന പരിപാടിയാണ് ഈ ഓപ്ഷൻസ്. ശ്രദ്ധിച്ചു നോക്ക്. കട്ടിൽ ഫിഷ്, ജെല്ലി ഫിഷ്, ഏഞ്ചൽ ഫിഷ്, ഫ്ലൈയിങ് ഫിഷ്, ഇങ്ങനെ ഫിഷ് കൊണ്ട് എൻഡ് ചെയ്യുന്ന എല്ലാം എടുത്ത് വെച്ച് തരും. അപ്പൊ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവും. ഓക്കെ, ഇതിൽ നിങ്ങൾ ഒരു കാര്യം മാത്രം ആലോചിക്കുക. ഇതില് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതില് ഈ കട്ടിൽ ഫിഷും ഏഞ്ചൽ ഫിഷും ഫ്ലൈയിങ് ഫിഷും, ഈ ഏഞ്ചൽ ഫിഷ് ഒക്കെ വരുന്നത് ലാസ്റ്റ് ആണ്. അതായത് നമ്മുടെ എന്താണ് പിസസ് ആ റേഞ്ചിലാണ് വരുന്നത്. അവിടെ എത്തുമ്പോഴത്തേക്ക് അവരെന്താണ് ബൈലാറ്ററൽ സിമെട്രിയിലേക്ക് മാറും.
ഇതിൽ നിങ്ങൾ ഒരാളെ മാത്രം നോക്കിയാൽ മതി, ആരെന്നറിയോ? നമ്മുടെ ജെല്ലി ഫിഷ്. ഓക്കെ, ജെല്ലി ഫിഷ് എന്ന് പറയുന്ന സാധനം എന്താണ്? ഇറ്റ് ഈസ് എന്താണ്? റേഡിയലി സിമെട്രിക്കൽ ആണെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, ക്ലിയർ. അത്രേ ഉള്ളൂ, അതിൽ വേറെ ഒന്നുമില്ല. ബാക്കി എല്ലാവരും എന്താണ്? ബൈലാറ്ററൽ സിമെട്രിക്കൽ. നിങ്ങൾ എന്ത് ചെയ്യുക? ഫൈലംസ് എടുത്ത് നോക്കുക, യു വിൽ ബി ഗെറ്റിംഗ് ദ ആൻസർ അല്ലേ? ആൻസർ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? കിട്ടും. ഓക്കെ ഫൈൻ. അടുത്തത് 15. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ. At the tissue site, CO2 diffuses into RBC and plasma and forms HCO3 minus and H plus. Okay, സിമ്പിൾ പരിപാടി. അതായത് ഇവിടെ ഒരു ബ്ലഡ് വെസൽ പോകുന്നുണ്ട്, ഇതൊരു ബ്ലഡ് വെസൽ ആണ്, ഇത് നമ്മളൊരു ടിഷ്യൂ ആണ്. ഓക്കെ, ടിഷ്യൂ എന്ത് ചെയ്തു? ടിഷ്യൂ മെറ്റബോളിസം നടത്തിയപ്പോൾ ടിഷ്യൂവിന്റെ കയ്യിൽ കാർബൺ ഡൈ ഓക്സൈഡ് അളവ് കൂടി. അപ്പൊ PCO2 എന്താണ്? കൂടുതലാണ്. ആ PCO2 കൂടുതലാണ്ട് CO2 വിൽ ബി ഡിഫ്യൂസിങ് ഇൻ ടു ദ ബ്ലഡ്. വരുന്ന ബ്ലഡിനകത്ത് എന്ത് കൂടുതലാണ്? O2 കൂടുതലാണ്. അതുകൊണ്ട് O2 വിൽ ബി ഡിഫ്യൂസിങ് ഇൻ ടു ദ ടിഷ്യൂ. ഓക്കെ, അങ്ങനെ ഈ CO2 വരുന്ന സമയത്ത് this CO2 is taken into the RBC and within the RBC there is an enzyme called carbonic anhydrase. അപ്പൊ അതിന്റെ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് will be combining with water and giving H2CO3 and the H2CO3 will be splitting into H plus plus HCO3 minus. അവർ പറയുന്ന ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്, അതിൽ യാതൊരു തെറ്റുമില്ല. ഓക്കെ, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? അറ്റ് ദ അൽവിയോളാർ സൈറ്റ് ദ റിയാക്ഷൻ പ്രൊസീഡ്സ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ലീഡിംഗ് ടു ദ ഫോർമേഷൻ ഓഫ് CO2 ആൻഡ് H2O. അല്ലെ? അപ്പൊ ഇവിടെ നമ്മളുടെ എന്താണ് ഈ പറയുന്ന കണ്ടീഷനാണ്ട് നേരെ ഓപ്പോസിറ്റ് ആണ് അൽവിയോളയിൽ. അൽവിയോളയുടെ ലെവലിൽ എത്തുമ്പോ ബ്ലഡിൽ കൂടെ കൊണ്ടുവന്ന സാധനം എന്താടാ? ബ്ലഡിൽ കൂടെ കൊണ്ടുവന്നത് കാർബൺ ഡൈ ഓക്സൈഡിനെ അല്ല കൊണ്ടുവന്നത്. എന്തിനാണ്? H പ്ലസിനെയും HCO3 മൈനസിനെയാണ്. അതിനെ തിരിച്ച് കമ്പൈൻ ചെയ്ത് എന്താക്കി മാറണം? H2CO3. ആ H2CO3 എന്തായി മാറണം? H2O പ്ലസ് CO2 ആയിട്ട് മാറണം, തിരിച്ചു പോകണം. അതായത് ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കണം. ഇത് കണ്ടീഷൻ ബേസ്ഡ് ആണ്, ഇത് കറക്റ്റ് ആണ്. ഇവർ പറയുന്ന സ്റ്റേറ്റ്മെന്റ് രണ്ടും എന്താണ്? കറക്റ്റ് ആണ്. സോ ദ ആൻസർ വിൽ ബി എന്തായിരിക്കും? ആൻസർ എന്തായിരിക്കും? ആൻസർ പറയാമോ? ഓക്കെ, ദ ആൻസർ ഈസ് ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ. ഓക്കെ, നെക്സ്റ്റ് 15th ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് 16th ക്വസ്റ്റ്യൻ. JG cells under low glomerular blood flow releases. സിമ്പിൾ, വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. എന്താണ് JG cells? അതായത് അഫറന്റ് ആർട്ടീരിയോളും DCT ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളും ക്ലോസ് പ്രോക്സിമിറ്റിയിൽ വരുമ്പോൾ they will be having a common area where the cells are aggregated to form a structure called juxtaglomerular apparatus. Juxtaglomerular apparatus is responsible for maintaining the GFR, glomerular filtration rate. അപ്പോ ഈ അഫറന്റ് ആർട്ടീരിയോൾ വരുന്ന ബ്ലഡിന്റെ അളവ് കുറയുകയാണെങ്കിൽ ഈ പറയുന്ന JG സെൽസിൽ നിന്ന് റെനിൻ എന്ന് പറയുന്ന സാധനം പ്രൊഡ്യൂസ് ചെയ്യും. ഈ റെനിൻ എന്ന് പറയുന്ന സാധനം it will be converting angiotensinogen in your blood to angiotensin 1 and eventually into angiotensin 2, and the angiotensin 2 is a vasoconstrictor. ആ വാസോകൺസ്ട്രിക്ഷൻ നടക്കുമ്പോൾ ഇവിടുത്തെ ബ്ലഡ് പ്രഷർ കൂടുന്നു, GFR കൂടുന്നു. സിമ്പിൾ തിങ്, ദാറ്റ്സ് ഓൾ. അപ്പൊ ആൻസർ എന്താണ്? JG cells under low glomerular blood flow releases RENIN, renin. ഓക്കെ, ക്ലിയർ. 16th ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്? 17th ക്വസ്റ്റ്യൻ അല്ലെ? 17th ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ത്രൂ കൊളോസ്ട്രം ആൻ ഇൻഫന്റ് ഗെറ്റ്സ്. ഇത് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഇമ്മ്യൂണിറ്റിനെ നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഏതൊക്കെയാണ്? ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ആൻഡ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി. ഒരു ആള് ജനിക്കുമ്പോൾ തൊട്ട് അയാൾക്ക് കിട്ടുന്ന ഇമ്മ്യൂണിറ്റിനാണ് നമ്മൾ എന്ത് പറയാ? ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയാം. അത് പല രീതികളിലായിരിക്കും. ഇപ്പൊ ഞാൻ ജനിക്കുമ്പോൾ തൊട്ട് എനിക്കുള്ളതാണ് എന്റെ സ്കിൻ ഈസ് എ ഫിസിക്കൽ ബാരിയർ. അതായത് ഈ പറയുന്ന എയറിൽ കിടക്കുന്ന ഒരു മൈക്രോബ് പോലും അകത്തോട്ട് കയറാതിരിക്കാനോ അങ്ങനെയൊക്കെ എന്നെ എക്സ്റ്റേണൽ എൻവറോൺമെന്റിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് സ്കിൻ. മ്യൂക്കസ് മെംബ്രെയിൻ, എന്റെ വായ്ക്കകത്തുള്ള മെംബ്രെയിൻ, എന്റെ മൂക്കിന്റെ ലൈനിങ്ങിലുള്ള മെംബ്രെയിൻ, ഇതൊക്കെ എന്താണ്? ഫിസിക്കൽ ബാരിയേഴ്സ് ആണ്. ഇനി അഥവാ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ എന്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വരും അല്ലെ? ഞാനൊരു മൈക്രോബിനെ കഴിച്ചു കഴിഞ്ഞാലും എന്റെ സ്റ്റൊമക്കിൽ എത്തിക്കഴിഞ്ഞാൽ അവൻ ആസിഡിൽ പെട്ടിട്ട് ചത്തുപോകും. അപ്പൊ അങ്ങനത്തെ ഒക്കെ ബൈ ബർത്ത് കിട്ടുന്നത് ഫിസിയോളജിക്കൽ ബാരിയേഴ്സ്. ഓക്കെ, ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് ആണ്. പിന്നെ എന്റെ ശരീരത്തിൽ തന്നെ ഞാൻ ജനിക്കുമ്പോൾ തൊട്ട് സെൽസ് ഉണ്ട്, അതായത് ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള സെൽസ് ഉണ്ട്, അതായത് നമ്മുടെ WBC സെൽസ്. അപ്പൊ അതെന്ന് പറയുന്നത് സെല്ലുലാർ ബാരിയേഴ്സ് ആണ്. ഇനി എന്റെ ശരീരത്തിലുള്ള ചില സെൽസിന് ഈ ഇമ്മ്യൂൺ റെസ്പോൺസ് നടത്താനുള്ള കപ്പാസിറ്റി ഉണ്ട് ബൈ ബർത്ത്, അതിന് സൈറ്റോകൈൻ ബാരിയേഴ്സ് എന്ന് പറയും. ഇതൊക്കെ എന്താണ്? ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയിൽ വരുന്നതാണ്. അപ്പൊ നോക്കിയാൽ കിട്ടും. അക്വയർഡ് ഇമ്മ്യൂണിറ്റിനെ വീണ്ടും നമ്മൾ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യും. ഏതാണ്? ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്നും പാസീവ് ഇമ്മ്യൂണിറ്റി എന്നും.
എനിക്ക് ഒരു അസുഖം വന്നിട്ട് ആ അസുഖത്തിനോട് പ്രതിരോധ ശേഷി കിട്ടുകയാണെങ്കിൽ ദാറ്റ് ഇസ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. എന്നാൽ എനിക്ക് ഓൾറെഡി എന്താണ് ഈ പറയുന്ന ആന്റിബോഡീസ് കിട്ടിയിട്ട് അത് വരുന്നത് ആന്റിജൻ കാരണമാണ്. അതായത് എന്റെ ശരീരത്തിൽ ആന്റിജൻ കയറുന്നു, എന്റെ ശരീരം തന്നെ ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, മെമ്മറി കിട്ടുന്നു, അത് പിന്നെ വരാതാവുന്നു, ദാറ്റ് ഈസ് കോൾഡ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. എന്നാൽ എന്റെ ശരീരത്തിലേക്ക് ആന്റിബോഡീസ് ആണ് കയറ്റുന്നതെന്ന് വിചാരിക്കാം. ഇപ്പൊ ഈ കുട്ടിയുടെ കാര്യം പറയുന്നത്, അതായത് അമ്മയുടെ ഫസ്റ്റ് മിൽക്ക് ദാറ്റ് ഇസ് കൊളോസ്ട്രം ഈസ് റിച്ച് ഇൻ ആന്റിബോഡീസ്. അപ്പൊ ഈ കുട്ടി ഈ ആന്റിബോഡീസ് കുടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ആന്റിബോഡി റിച്ച് ആയിട്ടുള്ള അമ്മയുടെ മിൽക്ക് കുടിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് ആജീവനാന്തം എന്ത് കിട്ടില്ല? ഈ ഇമ്മ്യൂണിറ്റി കിട്ടില്ല. കുട്ടിയുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ പ്രശ്നമുള്ള അത്രയും കാലം, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് വരുന്ന അത്രയും കാലം കുട്ടിക്ക് എന്തുണ്ടാവും? ഇമ്മ്യൂണിറ്റി കിട്ടും. അപ്പൊ ഇത് ആക്ച്വലി എന്താണ്? ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി അല്ല. ഇറ്റ് ഈസ് എന്താണ്? ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ്, ഏത് ടൈപ്പാണ്? പറയൂ. ഇറ്റ് ഈസ് എന്താണ്? പാസീവ് ഇമ്മ്യൂണിറ്റി ആണെന്ന് ഓർത്തു വെച്ചേക്കാം. ഇതേപോലെ ഒരെണ്ണം, ഒരു എക്സാമ്പിൾ കൂടെ നിങ്ങളെ ടെക്സ്റ്റിനകത്തുണ്ട്, പറയാമോ? കമന്റ് ബോക്സിൽ ഇട്ടിരുന്നാൽ മതി. ഈ പറയുന്ന പാസീവ് ഇമ്മ്യൂണിറ്റിക്ക് വേറെ ഏതെങ്കിലും എക്സാമ്പിൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക? കമന്റ് ബോക്സിനകത്ത് ഇടുക. ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഷോസ് മോർ ക്രേനിയൽ കപ്പാസിറ്റി എവല്യൂഷൻ? ഹോമോ ഹാബിലിസ് ഉണ്ട്, ഹോമോ ഇറക്ടസ് ഉണ്ട്, നിയാൻഡർതാൽമൻ ഉണ്ട്, രാമാപിത്തക്കസ് ഉണ്ട്. ഓക്കെ, രാമാപിത്തക്കസ് ഒക്കെ ഫസ്റ്റ് വൺ അല്ലെ? നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് പറയുന്നതിൽ ഫസ്റ്റ് വൺ അല്ലെ? അദ്ദേഹത്തിനൊന്നും എന്തല്ല ഈ പറയുന്ന അത്ര ക്രേനിയൽ കപ്പാസിറ്റി ഗ്രാജുവലി കൂടിയാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ഗ്രൂപ്പിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കായിരിക്കും എന്തുണ്ടാവുക? ക്രേനിയൽ കപ്പാസിറ്റി നല്ല കൂടുതൽ ഉണ്ടാവുക. അത് നിങ്ങളുടെ ടെക്സ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ദാറ്റ് ഈസ് നിയാൻഡർതാൽമാൻ. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റിനകത്തും എല്ലാ ആൾക്കാരെ പറ്റിയിട്ട്, എല്ലാ എവല്യൂഷണറി ഉള്ള ആൾക്കാരെ പറ്റിയിട്ട് പറയുന്നില്ല. സോ അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ, സെലക്ട് ദ ബയോ കൺട്രോൾ ഏജന്റ് അഗൈൻസ്റ്റ് സെവറൽ റൂട്ട് ബോൺ പ്ലാന്റ് പാത്തോജൻ. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പാത്തജൻസ് എന്നാണ് പാത്തോജൻസ്. ഓക്കെ, പാത്തോജൻസ്. ഓക്കെ, പറയാമോ? ലാക്ടോബാസിലസ് ഉണ്ട്, ട്രൈക്കോഡേർമ ഉണ്ട്, സക്കാറോമൈസസ് ഉണ്ട്, അസെറ്റോബാക്ടർ ഉണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് എന്താണ്? ഇറ്റ് ഈസ് ട്രൈക്കോഡേർമ അല്ലെ? ട്രൈക്കോഡേർമ പോളിസ്പോറം അല്ലെ? അതല്ലേ ആൻസർ? അതല്ലേ? യെസ്. Okay, so 19th question കഴിഞ്ഞു. And next question we are moving on to, if a hemophilic man marries a carrier female, the chance of producing a carrier daughter is. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഇവിടെ പറയുന്നത്? ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക, സ്റ്റാൻഡേർഡ് ടേംസോ സ്റ്റാൻഡേർഡ് വരകളോ ഒന്നും ചെയ്യണം, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. ഹീമോഫിലിക് മാൻ, ഹീമോഫീലിയ ഉള്ള ഒരു അച്ഛൻ. ഓക്കെ, അപ്പൊ അച്ഛൻ എന്ന് പറഞ്ഞാൽ XY ആണ് അല്ലെ? അച്ഛന് ഹീമോഫീലിയ ഉണ്ടെങ്കിൽ ഹീമോഫീലിയ സെക്സ് ലിങ്ക്ഡ് അല്ലെ? സെക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡർ ആണ്. അപ്പൊ അതില് അച്ഛൻ എന്തായിരിക്കും? XX ആയിരിക്കും. XX ഞാൻ എന്ത് ചെയ്തു? റെപ്രസെന്റ് ചെയ്തു. അപ്പൊ അച്ഛൻ ഹീമോഫീലിയ ഉണ്ട്. കാരണം ഈ XX ഓവർകം ചെയ്യാൻ വേണ്ടി അപ്പുറത്തെ X അല്ല നിൽക്കുന്നത്, അവിടെ ആരാ നിൽക്കുന്നത്? Y ആണ്. എന്നിട്ട് ഇയാൾ എന്ത് ചെയ്യുന്നു? ഹി ഈസ് ഗോയിങ് ടു മാരി എ ഫീമെയിൽ. ആ ഫീമെയിൽ എന്താണ്? കാരിയർ ആണ്. ആ ഫീമെയിൽ കാരിയർ ആണെങ്കിൽ അവരെങ്ങനെയായിരിക്കും? അവര് XX ആണ്, ഫീമെയിൽ എന്ന് പറഞ്ഞാൽ XX ആണ്. അതിലെ അവരുടെ ഒരു എക്സിൽ എന്തുണ്ട്? H ഉണ്ട്. അതായത് ഹീമോഫീലിയയുടെ എന്താണ്? റെസസീവ് ജീൻ ഉണ്ട്. ഓക്കെ, പക്ഷെ അവർക്ക് അസുഖമില്ലാത്തതിന് കാരണം എന്താ? അവരെന്താണ്? കാരിയർ ആണ്. ഇനി ഇവർക്കുണ്ടാവുന്ന മക്കളെ നിങ്ങൾ എഴുതുക. ഓക്കെ, ഈ XHഉം ഈ Xും കൂടെയാണ് ചേരുന്നതെങ്കിൽ ഇവർക്കുണ്ടാവുന്ന കുട്ടി എങ്ങനെയായിരിക്കും? നോക്കാം നമുക്ക്. നോക്കാം. ഓക്കെ, ഇറ്റ് ഈസ് X, അതിലെ ഒരു എക്സിൽ എന്തുണ്ട്? H ഉണ്ട്. അപ്പൊ ഈ ഫീമെയിൽ എന്തായിരിക്കും? കാരിയർ ഫീമെയിൽ ആയിരിക്കും അല്ലെ? ഇനി അല്ല, ഈ പറയുന്ന XHഉം ഈ പറയുന്ന XHഉം കൂടെയാണ് ചേരണമെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവരെന്തായിരിക്കും? X, അതിൽ രണ്ടിലും എന്തുണ്ടാവും? H ഉണ്ടാവും. ഈ ഫീമെയിൽ അഫക്റ്റഡ് ആയിരിക്കും അല്ലെ? ഇനി അടുത്തത് നിങ്ങൾ നോക്കുക. അടുത്ത് നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് വന്നിട്ട് XY ഉണ്ടാവും, ഇത് വന്നിട്ട് XHY ഉണ്ടാവും, XHY ഉണ്ടാവും. ഓക്കെ, അതൊന്നും നമുക്ക് കാര്യമില്ല. കാരണം ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ചാൻസ് ഓഫ് പ്രൊഡ്യൂസിങ് എ കാരിയർ ഡോട്ടർ ഈസ്. അപ്പൊ ഡോട്ടേഴ്സിനെ നോക്കിയാൽ മതി അല്ലെ? അപ്പൊ നമ്മൾ ഡോട്ടേഴ്സിനെ നോക്കുക. ഇതാണ് നമ്മളെ ഡോട്ടേഴ്സ്, ടോട്ടൽ ഡോട്ടേഴ്സ് അല്ലെ? ടോട്ടൽ ഡോട്ടേഴ്സ് എത്ര പേരുണ്ട്? 2 പേരുണ്ട്. അതില് ഒരു ഡോട്ടർ അഫക്റ്റഡ് ആണ്. ഈ ഡോട്ടർ എന്താണ്? അഫക്റ്റഡ് ആണ്. ഇവർ ചോദിക്കുന്നത് ആരെ പറ്റിയിട്ടാണ്? കാരിയറിനെ പറ്റിയിട്ടാണ്. അപ്പൊ കാരിയർ നിൽക്കുന്ന ഈ ഡോട്ടർ അല്ലേ കാരിയർ? അപ്പോ കാരിയർ ഡോട്ടർ എന്ന് പറയുമ്പോഴത്തേക്കും ഡോട്ടേഴ്സിനെ മാത്രം എടുക്കുമ്പോൾ ഡോട്ടേഴ്സിന്റെ 100% ആണിത് അല്ലെ? 2 ഡോട്ടർ 100%. അപ്പോ കാരിയർ എത്രയായിരിക്കും? 50%. ആൻസർ എന്തായിരിക്കും? 2. 50%. ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. ഇതില് നിങ്ങൾക്ക് തെറ്റുപറ്റുന്ന കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ടോട്ടൽ ചിൽഡ്രനെ എടുക്കും. എല്ലാ കുട്ടികളെയും കൂട്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ഒരെണ്ണത്തിന് എടുക്കും. അങ്ങനെയൊന്നും എടുക്കരുത്. ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക.
കാരിയർ ഡോട്ടർ ആരാണെന്നാണ് ചോദ്യം. ഇറ്റ് ഈസ് 50%. ഇഫ് അഫക്റ്റഡ് എന്താണ് ഫീമെയിൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫീമെയിൽ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എന്തേ വരുള്ളൂ, ഇറ്റ് ഈസ് എന്താ പറയാ 50% എന്നേ വരുള്ളൂ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ഫൈൻ. വി ആർ മൂവിംഗ് ഓൺ ടു ദ 21st ക്വസ്റ്റ്യൻ. എ വുമൺ വിത്ത് 47 ക്രോമസോം. 47 ക്രോമസോം വന്നപ്പോ നമുക്ക് മനസ്സിലായി 46ന്റെ കൂടെ ഒന്നും കൂടെ ചേർന്നു അല്ലെ. അപ്പൊ അവർക്ക് എന്താണ്, ക്രോമസോമൽ ഡിസോർഡർ ആണ്. ക്രോമസോമൽ ഡിസോർഡർ ആണ്. അവർക്ക് എന്താണ്, ഈ പറയുന്ന ക്രോമസോം നമ്പർ കൂടിപ്പോയതാണ് അല്ലെ. എ വുമൺ വിത്ത് 47 ക്രോമസോം ഡ്യൂ ടു 3 കോപ്പീസ് ഓഫ് ക്രോമസോം 21. അയ്യോ, ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിപ്പോയി അല്ലെ. അതിലൊന്നും പറയാനില്ല. ആൻസർ എന്താണ്, ട്രൈസോമി ഓഫ് 21st ക്രോമസോം. ഏത് കൊച്ചു കുട്ടിയുടെ അടുത്ത് ചോദിച്ചാലും പറയും. ഏത് +1 +2 പഠിക്കുന്ന കൊച്ചുകുട്ടിയോട് ചോദിച്ചാൽ പറയും. ദാറ്റ് ഈസ് ഡൗൺ സിൻഡ്രോം. ഓക്കെ, 21st ക്വസ്റ്റ്യൻ കഴിഞ്ഞു. 22nd ക്വസ്റ്റ്യൻ. tRNA ഹാസ് ഓർ ഈസ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, tRNA ഞാൻ എപ്പോഴും റെപ്രസെന്റ് ചെയ്ത് ഇങ്ങനെ ടി തന്നെയാണ്. ഓക്കെ, tRNAക്ക് ഒരു ആന്റി കോഡോൺ ലൂപ്പ് ഉണ്ടാവും. ആൻഡ് ഇറ്റ് വിൽ ബി ഹാവിംഗ് അമിനോ ആസിഡ് ബൈൻഡിങ് സൈറ്റും ഉണ്ടാവും. ഓക്കെ, അമിനോ ആസിഡ് ബൈൻഡിങ് സൈറ്റും ഉണ്ടാവും, ആന്റി കോഡോൺ ലൂപ്പും ഉണ്ടാവും. ഏതാണോ mRNAയിൽ പറയുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്താണ് കോഡോൺ എഴുതിയിരിക്കുന്ന സ്ഥലമാണ് ആന്റി കോഡോൺ ലൂപ്പ്. ആൻഡ് അതിന് മറ്റേ mRNAയിലുള്ള കോഡോണിന്റെ എന്തുണ്ടാവും, അമിനോ ആസിഡ് വെച്ച അമിനോ ആസിഡ് എൻഡും ഉണ്ടാവും. അപ്പൊ ഇത് രണ്ടും വന്നു. ഏതാ നോക്ക്, ആന്റി കോഡോൺ ലൂപ്പും വന്നു, അമിനോ ആസിഡ് അക്സെപ്റ്റർ എൻഡും ഉണ്ട്. അത് രണ്ടും ഏതിലുണ്ട്, 1 and 2 ഉണ്ട്. പിന്നെ നമുക്ക് 1 and 2 മാറി മാറി എടുക്കാൻ പറ്റില്ല. അപ്പോൾ സ്മോളസ്റ്റ് RNA എന്ന് പറഞ്ഞിട്ട് വേറെ ഓപ്ഷനും കൂടെ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് എടുക്കേണ്ടി വരും, ഓൾ ഓഫ് ദീസ് എടുക്കേണ്ടി വരും അല്ലെ. എടുക്കേണ്ടി വരുമെന്നല്ല, എടുക്കണം. ഓക്കെ, ഇതാണ്. അപ്പൊ ചിലപ്പോ നിങ്ങൾക്ക് ആൻസേഴ്സ് കിട്ടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരെണ്ണം സ്കിപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ആൻസർ സെലക്ട് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, 23rd ക്വസ്റ്റ്യൻ. നമ്പർ ഓഫ് ബേസ് പെയർസ് പ്രസന്റ് ഇൻ ടിപ്പിക്കൽ ന്യൂക്ലിയോസോം. ഒരു ന്യൂക്ലിയോസോം എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂക്ലിയോസോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എടാ, DNA ഹെലിക്സ്, DNA ഡബിൾ ഹെലിക്സ്. ഈ DNA പോയിട്ട് സ്ഫെറിക്കൽ ആയിട്ടുള്ള പ്രോട്ടീൻസിന്റെ മുകളിൽ പോയിട്ട് ചുറ്റും. സ്ഫെറിക്കൽ ആയിട്ടുള്ള പ്രോട്ടീൻസിന്റെ മുകളിൽ പോയിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ ചുറ്റും. അങ്ങനെ ചുറ്റി ഉണ്ടാവുന്ന ഈ സ്ട്രക്ചറിനെ ഞാൻ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോസോം. അപ്പോ ആ ന്യൂക്ലിയോസോമിന്റെ മുകളിൽ അല്ലെങ്കിൽ ആ പറയുന്ന ഹിസ്റ്റോൺ പ്രോട്ടീനിന്റെ മുകളിൽ എത്ര ബേസ് പെയർ അക്കോമഡേറ്റ് ചെയ്തു എന്നാണ് ചോദ്യം. ആൻസർ ഈസ് 200. നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആൻസർ ഈസ് 200. പിന്നെ ആ 200 വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്പർ ഓഫ് ന്യൂക്ലിയോസോംസ് ഒക്കെ കണ്ടുപിടിക്കാം കേട്ടോ. അതൊക്കെ കണക്കുകളുണ്ട്, നോക്കാം. ഓക്കെ, ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 24. ജനറ്റിക് കോഡ് ഈസ് സെഡ് ടു ബി ഡീജനറേറ്റ് ബിക്കോസ്. ജനറ്റിക് കോഡ് ഡീജനറേറ്റ് ആണെന്ന് പറയുന്നു. വൈ? കോഡോൺസ് ഡീജനറേറ്റ് ക്വിക്ലി. അതൊന്നും അല്ല കേട്ടോ. 1 amino acid is coded by more than 1 codon. 1 amino acid is coded by more than 1 codon. ശരിയാണ്. ഒരേ അമിനോ ആസിഡിനെ ഒന്നിലധികം കോഡോണുകൾക്ക് റെപ്രസെന്റ് ചെയ്യും. ഇപ്പൊ അലാനിൻ നോക്കുക. ഓക്കെ, ഒന്നിലധികം കോഡോൺസ് റെപ്രസെന്റ് ചെയ്യും. 1 codon code for more than 1 amino acid. ഒരു കോഡോൺ ഒന്നിലധികം. അത് തെറ്റാണ്. ഒരു കോഡോൺ ഒരു അമിനോ ആസിഡ്. പക്ഷെ തിരിച്ചു പറയാൻ പറ്റില്ല. ഒരു അമിനോ ആസിഡിന് ഒരു കോഡോൺ എന്ന് പറയാൻ പറ്റില്ല. ഒരു അമിനോ ആസിഡിന് ഒന്നിലധികം കോഡോൺസ് ഉണ്ടാവാം. യൂണിവേഴ്സൽ നേച്ചർ ഓഫ് ജനറ്റിക് കോഡ്. അതുകൊണ്ടൊന്നല്ല, അതുകൊണ്ടാണ് കോഡോൺ ഈസ് യൂണിവേഴ്സൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതില് ഉത്തരം ശരിയായിട്ട് എടുക്കാൻ പറ്റുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ദാറ്റ് ഈസ് 1 അമിനോ ആസിഡ് കോഡ് ഫോർ മോർ ദാൻ 1 കോഡോൺ. ആൻസർ ഈസ് 2. ഓക്കെ, അപ്പോ ആൻസർ കിട്ടി. ഇനി നമ്മുടെ ഒരു 25th ക്വസ്റ്റ്യൻ. ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് വാസ് പ്രപ്പോസ്ഡ് ബൈ. ഓക്കെ, ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് വാസ് പ്രപ്പോസ്ഡ് ബൈ. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഈസ് സട്ടൺ ആൻഡ് ബോവറി. ഇതിൽ ഞാനൊരു ആഡ് ഓൺ ക്വസ്റ്റ്യൻ വെക്കുകയാണ്. സട്ടൺ ആൻഡ് ബോവറി എന്ത് ചെയ്തു? ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് പ്രപ്പോസ് ചെയ്തു. ഹൂ ട്രൈഡ് ടു അല്ലെങ്കിൽ ഹൂ എക്സ്പെരിമെന്റലി പ്രൂവൺ, ഈ പറയുന്ന ക്രോമസോമൽ തിയറിനെ എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്യാൻ വേണ്ടി നിന്ന സയന്റിസ്റ്റിന്റെ പേര് ആരാണെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. സോ വി ഹാവ് സെലക്ടഡ് എന്താണ് ഏകദേശം 25 ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്താണ് ഇന്ന് ഡിസ്കഷൻ നടത്തിയിരിക്കുന്നത്. ഈസ് ദിസ് ഡിസ്കഷൻ എന്താ പറയാ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു എന്ന് നോക്കുക. അത് ഹെൽപ്ഫുൾ ആണെങ്കിൽ ഇനിയും നമുക്ക് എന്താണ് കുറച്ചുകൂടെ എന്താണ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡിസ്കഷൻ നടത്തി തരാം. ഇപ്പൊ ഈ ഡിസ്കഷൻ നടത്തിയതിന് ഒരു കാരണമുണ്ട്. നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ഏരിയാസ്, അതായത് ടെക്സ്റ്റിലെ എല്ലാ ഭാഗവും ഇമ്പോർട്ടന്റ് ആണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഡിസ്കഷൻ നടത്തിയിരിക്കുന്നത്. ടെക്സ്റ്റ് വളരെ കീനായിട്ട് വായിക്കുക. ടെക്സ്റ്റിൽ ഇല്ലാത്ത ഒരു എന്താണ് സാധനവും ഞാൻ ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, ഡിസ്കസ് ചെയ്തിട്ടില്ല. ഇനിയും ഇതുപോലത്തുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയുക. ഏത് ചാപ്റ്റർ ആണ് നിങ്ങൾക്ക് വേണ്ടത് അത് പറയുക. ഏത് ടോപ്പിക് ആണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അതും എടുത്തു തരുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. സോ താങ്ക് യു ഓൾ.